ഈ കഴിഞ്ഞ പോയ കുറച്ച് മാസങ്ങളിൽ ലീഡ് കേസിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിലെ കുറേ അനുഭവങ്ങൾ പങ്കിടുവാൻ വേണ്ടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. പണ്ട് ഇംഗ്ലീഷിൽ ഒക്കെ ഞാൻ പ്രോഗ്രാമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ഞാൻ പങ്കെടുത്തില്ലായിരുന്നു. വളരെ കുറച്ച് ഇംഗ്ലീഷ് പരിപാടികൾ മാത്രമായിരുന്നു ഞാൻ പങ്കെടുക്കാറുള്ളത്. എന്നാൽ ആദ്യമായി എനിക്കൊരു ടാസ്ക് കിട്ടിയത് ലീഡ് കേസിൽ വന്നതിന് ശേഷമാണ്. ഒരു സ്റ്റോറി റൈറ്റിംഗ് എഴുതുക. അപ്പോൾ അതിനകത്ത് എന്നെ കുറേ നിത്യാൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെ വരണം ഒരു സ്റ്റോറി, എന്തൊക്കെയാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ എന്നെ നിത്യാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അവസാനം ഞാൻ തന്നെ എൻ്റെ ഐഡിയ അനുസരിച്ച് ഒരു സ്റ്റോറി ചെയ്തു. പക്ഷേ ഞാനും എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞില്ല ഇത്രയും നല്ലതായിട്ട് എനിക്ക് ഇംഗ്ലീഷ് എഴുതാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇത് തിരിച്ചറിഞ്ഞ ആ ദിവസമാണിത്. അതിനുശേഷം ഞാനത് അപ്ലോഡ് ചെയ്തു. എനിക്ക് നല്ല മാർക്കും കിട്ടിയിരുന്നു. അതിനുശേഷം എനിക്ക് കോൺഫിഡൻസ് ഒരുപാട് കൂടി. അതിനുശേഷം എൻ്റെ സ്കൂളിൽ വന്ന ആർട്സ് ഫെസ്റ്റിന് എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനും സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷനും പോയം റൈറ്റിംഗ് കോമ്പറ്റീഷനും ഞാൻ പങ്കെടുത്തു. ഇതിനെല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷവാനാണ് ഞാനും എൻ്റെ വീട്ടുകാരും. സോ താങ്ക് യു ലീഡ് ഐഎസ്. ലീഡ് ഐഎസിൻ്റെ ക്ലാസ് ഒട്ടും ബോറടിക്കത്തില്ല. ഒരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റും. എസ്പെഷ്യലി മെൻറ്റർഷിപ്പ് ക്ലാസ്. അപ്പോൾ മെൻറ്റർഷിപ്പ് ക്ലാസ്സിലൊക്കെ എന്ന് വെച്ചാൽ മാമും ഞാനായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഒരു കുട്ടിയെ പോലെ ഒഴിവാക്കാതെ മാം എല്ലാവരെയും വിളിച്ച് ഒരേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നല്ലൊരു മെൻറ്റർഷിപ്പ് സെഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു കോൺസെപ്റ്റ്, കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയൊരു കോൺസെപ്റ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എൻ്റെ ആദ്യത്തെ മെൻറ്റർ ബിന്ദുജ മാം ആയിരുന്നു. ഒരു മാസം കൊണ്ട് ബിന്ദുജ മാം എന്നെ ശരിക്കും മാറ്റിയെടുത്തു. ഒരു മാസത്തിന് ശേഷമാണ് എൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. ഞാൻ അതിനകത്ത് ഹൈ ലെവലോടെ പാസ്സായി. അതിനുശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലീഡേഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനെല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. പക്ഷേ ഇതിന് ശേഷം എനിക്ക് ഒട്ടും സ്റ്റേജ് ഫിയർ ഇല്ലാതെ, ഒട്ടും നെർവസ് ആവാതെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സും ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര പെട്ടെന്ന് ഇത് മാറാൻ നീ എന്ത് ചെയ്തു? അപ്പോഴെല്ലാം ഞാൻ അഭിമാനത്തോട് പറഞ്ഞിട്ടുണ്ട്, ലീഡ് ഐഎസ് കാരണമാകുന്നത്. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾ ലീഡ് ഐഎസിൽ പഠിക്കുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷവുമുണ്ട്. ഭാവിയിൽ IAS ഓഫീസേഴ്സ് എന്ന് മാത്രമല്ല, ഏതൊക്കെ കുട്ടികൾക്ക് ഉന്നത ജോലിയിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടോ അവർക്ക് എല്ലാവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലീഡ് ഐഎസ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു മാസം കൊണ്ട് വരെ എന്നിൽ വലിയ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ലീഡ് മാജിക്. ലീഡിൻ്റെ മാജിക്കാണ് ആ പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ മാജിക്കൽ ഫെയറീസ് ആണ് എൻ്റെ മെൻറ്റേഴ്സ്. എല്ലാ മെൻറ്റേഴ്സും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നല്ലതായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു ബോറിങ്ങും ഇല്ല. ഹിസ്റ്ററി ക്ലാസ്സൊക്കെ ഭയങ്കര ഒട്ടും ബോറിംഗ് അല്ലാതെ നല്ല ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുന്ന നല്ല കോൺസെപ്റ്റുകളായിരിക്കും വരുന്നത്. സോ താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു സോ മച്ച്.